തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം തിരുവനന്തപുരത്ത് കെ.പി.സി.സി. ആസ്ഥാനത്ത് നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി ബിന്ദു കൃഷ്ണയെ ചെറിയാൻ ഫിലിപ്പ് ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചു എന്ന വിവാദത്തിൽ പ്രതികരിച്ച് ബിന്ദു കൃഷ്ണ. ചെറിയാൻ ഫിലിപ്പ് എന്തെങ്കിലും ദുരുദ്ദേശത്തോടെയാണ് അന്നങ്ങനെ പെരുമാറിയത് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എനിക്ക് അനൗചിത്യമെന്ന് തോന്നി. അത്ര മാത്രമേ ഉള്ളൂവെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. മന്ത്രിയായ ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അതേസമയം പല ഘട്ടത്തിലും സൈബർ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും തനിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. സൈബർ അധിക്ഷേപങ്ങളെ താൻ മൈൻഡ് ചെയ്യാറില്ലെന്നും അസത്യത്തിന് അധികകാലം പിടിച്ചു നിൽക്കാനാവില്ലെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. 2011 നിയമസഭ, 2014 ലോക്സഭ, 2021 നിയമസഭ എന്നിങ്ങനെ 3 തവണ തോറ്റു. അപ്പോഴൊക്കെ വലിയ അധിക്ഷേപങ്ങൾ നേരിട്ടു, പരിഹാസത്തിന് ഇരയായി. ആദ്യമൊക്കെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് അത്ര വലിയ കാര്യമായി കരുതിയിരുന്നില്ല. തുടർച്ചയായി പരിഹാസം നേരിട്ടതോടെ ഏത് വിധേയനെയും ജയിച്ചു കാണിക്കുക എന്നത് വാശിയായി. പിന്നീട് നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇത്തവണത്തെ ജയമെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. അതേസമയം തിരുവനന്തപുരത്ത് കെ.പി.സി.സി. ആസ്ഥാനത്ത് നിർണായക നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ കൊല്ലത്തെ നിയുക്ത എം.എൽ.എ. ബിന്ദു കൃഷ്ണയെ ബലമായി ആലിംഗനം ചെയ്യാൻ ശ്രമിച്ച ചെറിയാൻ ഫിലിപ്പിന്റെ വീഡിയോ തന്നെ വളരെയധികം വിവാദമായി മാറിയിരുന്നു. ഇത് തട്ടിമാറ്റിയ ബിന്ദു കൃഷ്ണ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയെങ്കിലും ചെറിയാൻ ഫിലിപ്പ് വീണ്ടും വട്ടം നിൽക്കുകയായിരുന്നു. ഒടുവിൽ കൈകൂപ്പി മുന്നോട്ട് നീങ്ങുകയാണ് തുടർന്ന് ബിന്ദു കൃഷ്ണ ചെയ്തത്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനു പിന്നാലെ വലിയ രോഷമായിരുന്നു ചെറിയാൻ ഫിലിപ്പിനെതിരെ ഉയർന്നത്. താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിയിട്ടും ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചത് ശരിയല്ലെന്നും പൊതുവിടങ്ങളിൽ പാലിക്കേണ്ട മര്യാദ ലംഘിക്കപ്പെട്ടുവെന്നും ആളുകൾ കുറിച്ചു. മറ്റു നേതാക്കളും മാധ്യമപ്രവർത്തകരും നോക്കി നിൽക്കെയാണ് ഈ സംഭവം. ഗേറ്റ് കടന്നു വരുമ്പോഴേ മുതിർന്ന നേതാക്കളോടുള്ള ബഹുമാന പുരസ്സരം ബിന്ദുകൃഷ്ണ കൈകൂപ്പി അഭിവാദ്യം ചെയ്യുന്നത് വ്യക്തമാണ്. ഇതിനിടയിലാണ് പേഴ്സണൽ ബൗണ്ടറിയും ഭേദിച്ചുള്ള ചെറിയാൻ ഫിലിപ്പിന്റെ പെരുമാറ്റം. ഇത്തരം പെരുമാറ്റങ്ങൾ എതിർക്കപ്പെടേണ്ടതാണെന്ന് ആളുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും പിന്നീട് ചെറിയാൻ ഫിലിപ്പിനെതിരെ പോലീസിൽ പരാതി വന്നിരുന്നു. കേരള കോൺഗ്രസ് എം നേതാവ് എ.എച്ച്. ഹഫീസ് ആണ് മ്യൂസിയം പോലീസിൽ പരാതി നൽകിയത്. ഇന്ദിരാഭവന് മുന്നിൽ വെച്ച് സ്ത്രീയെ കടന്നുപിടിക്കാൻ ശ്രമിച്ചെന്ന് പരാതിയിൽ പറയുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ചേരുന്നതിനിടെ ഇന്ദിരാഭവന് മുന്നിലായിരുന്നു സംഭവം. എം.എൽ.എമാരെ സ്വീകരിക്കാൻ ഇന്ദിരാഭവന് മുന്നിൽ നിൽക്കുകയായിരുന്ന ചെറിയാൻ ഫിലിപ്പാണ് ഇത്തരത്തിൽ ബിന്ദു കൃഷ്ണയോട് പെരുമാറിയത്. എന്തായാലും സംഭവത്തിൽ പ്രതികരിച്ചാണ് ഇപ്പോൾ ബിന്ദു കൃഷ്ണ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഉദ്ദേശത്തോടെയാണ് അന്ന് അങ്ങനെ പെരുമാറിയത് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എനിക്ക് അനൗചിത്യമെന്ന് തോന്നി, അത്ര മാത്രമേ ഉള്ളൂവെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു.